വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഉറച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് സംസ്ഥാന അധ്യക്ഷനെയാണ് താൻ വിമർശിച്ചത്. വർഗീയ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ലീഗ് ചേർത്ത് നിർത്തുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാലക്കാട് വിജയത്തെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര് തുടരുകയാണ്. പാലക്കാട്ടെ UDF വിജയം വർഗീയ വോട്ട് നേടിയെന്ന ആക്ഷേപം ശക്തമാക്കുകയാണ് CPIM. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുമ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDFനോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. പാലക്കാട്ട് LDFന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. അവിടെ LDFന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ചേലക്കരയെ കുറിച്ച് കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പ്രതികരിച്ചു. CPIM വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. BJPക്കും CPIMനും ഒരേ നാവെന്ന് VD സതീശൻ. BJPക്ക് വോട്ട് കുറഞ്ഞതിന് CPIMന് എന്തിനാണ് ഇത്ര സങ്കടം? അപ്പൊ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJPക്കാരെക്കാളും സങ്കടം CPIMനാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. വിവാദ അനുഗ്രഹ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ തിരുത്തി PK കുഞ്ഞാലിക്കുട്ടി. PMA സലാമിൻ്റേത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല എന്നും ഇത്തരം പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടുതൽ സംസ്ഥാന നേതാക്കളും PMA സലാമിനെതിരെ രംഗത്തെത്തി. വിവാദ അനുഗ്രഹ പരാമർശത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനു പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിനെ തിരുത്തിയത്. അപഹസിക്കലും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല. അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. സമസ്ത ലീഗ് ബന്ധം വഷളാകുന്ന പ്രസ്താവനകൾ ഇരുപക്ഷത്തു നിന്നും ഒഴിവാക്കണമെന്ന നേതൃതല ധാരണ PMA സലാം ലംഘിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായി കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് രംഗത്തെത്തിയത്. അപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം പൈസയുടേതായി. അതിനെതിരായി ജനരോഷം ഉണ്ടായി. അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ P സരീൻ മൂന്നാമതായി എന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരാമർശം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കുവൈറ്റ് KMCC സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു വിവാദ പരാമർശം. ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയാണെന്ന് സമസ്തയിൽ നിന്ന് ഉൾപ്പെടെ വിമർശനം ഉയർന്നതിനു പിന്നാലെ താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ് എന്ന് സലാം വിശദീകരിച്ചു. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത്. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത്. PMA സലാം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് INL വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. പത്തനംതിട്ട തിരുവല്ല മുത്തൂരിൽ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ആലപ്പുഴ തകഴി സ്വദേശി സിയാദാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും കുട്ടികളും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. മുത്തൂർ സർക്കാർ സ്കൂൾ വളപ്പിലെ മരം മുറിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗതം നിയന്ത്രിക്കാൻ കരാറുകാർ റോഡിനു കുറുകെ കെട്ടിയ കയർ സിയാദിന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞു. കഴുത്തിലെ രക്തക്കുഴലുകൾ മുറിഞ്ഞ് സിയാദ് അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം കരാറുകാർ വരുത്തിവെച്ചതാണെന്ന് നാട്ടുകാരുടെ ആരോപണം. ഇത് മുനിസിപ്പൽ കോൺട്രാക്ടിന്റെ അവർ കൊടുത്തങ്ങനെ കരാറുകാരൻ, ആ കരാറുകാരന്റെ ഉദാസീനത തന്നെ ഇവിടെ ഈ സംഭവം. ഒറിജിനൽ അവർ ഒരാളെ ഇവിടെ നിർത്തേണ്ടതാണ്. അത് കഴിഞ്ഞ 2 മാസം മുമ്പ് വെട്ടിയപ്പോൾ അവരിവിടെ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരാളെ നിർത്തിയിട്ടില്ല. അവരുടെ കഴിവേട് തന്നെ ഈ അപകടം. കരാറുകാരനെയും തൊഴിലാളികളെയും കേസിൽ പ്രതി ചേർക്കും. സിയാദിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. തിരുവല്ലയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിക്കും. 24 പത്തനംതിട്ട. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും പാർട്ടികളിലും മുന്നണികളിലും പൊട്ടിത്തെറി.
പാലക്കാട് തോൽവിയുടെ പേരിൽ BJP-യിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. കെ സുരേന്ദ്രനെ കൈവിടുകയാണ് വി മുരളീധരനും. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും രംഗത്തെത്തി. പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJP-യിൽ കെ സുരേന്ദ്രൻ ഒറ്റപ്പെടുകയാണ്. വിശ്വസ്തനായ കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടു. തോൽവി സംബന്ധിച്ച ചോദ്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന നിലപാടെടുത്ത സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുകയാണ് വി മുരളീധരൻ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വി മുരളീധരൻ സജീവമായിരുന്നില്ല. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി മുരളീധരന്റെ മറുപടി ഇതായിരുന്നു. പാലക്കാടും ചേലക്കരയും വയനാട്ടിലും ഒക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം മറുപടി നൽകുമെന്നാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ മറുപടി. സ്വാഭാവികമല്ല, ജനാധിപത്യ ക്രമത്തിൽ ഇങ്ങനെ മാറ്റം അനിവാര്യമല്ല. അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് താമസക്കാരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന പൊതു അഭിപ്രായം BJP-യിലുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന വി മുരളീധരന്റെ വിശ്വസ്തൻ P രഘുനാഥിന് ഏകോപനത്തിൽ വീഴ്ചയുണ്ടായെന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ശക്തി കേന്ദ്ര ചാർജ് ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ താഴെത്തട്ടിൽ പ്രവർത്തനത്തിനെത്തിയില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട വി മുരളീധരന്റെ വിവാദ പരാമർശം അനവസരത്തിലുള്ളതാണെന്ന വിമർശനവും ഇവർ ഉയർത്തുന്നുണ്ട്. ഇതിനിടെ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. നിയന്ത്രണം RSS ഏറ്റെടുത്ത് പാർട്ടിയെ രക്ഷിക്കണമെന്നും കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കൊച്ചിയിൽ BJP നേതൃയോഗം ചേരും. ശ്രീകാന്ത്, 24 കൊച്ചി. പാലക്കാട്ടെ വിജയത്തെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര്. വിജയം വർഗീയ സംഘടനകളുടെ വോട്ട് നേടിയെന്ന ആരോപണം ശക്തമാക്കുകയാണ് CPIM. എന്നാൽ BJP-ക്കും CPIM-നും ഒരേ നാവ് എന്ന മറുപടിയാണ് കോൺഗ്രസിൻ്റേത്. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാടുണ്ടായതെന്ന ആരോപണമാണ് CPIM നേതാക്കളുടേത്. SDPI ജമാഅത്തെ ബാന്ധവം ആരോപിച്ചാണ് ഫലം വന്ന ശേഷവും നേതാക്കൾ രംഗത്ത് വന്നത്. കേരളത്തിൽ SDPIയും ജമാഅത്തും തമ്മിൽ അവരെ യോജിപ്പിച്ച് UDF-ന്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് RSS-മായി കൂട്ടുകെട്ടുണ്ടാക്കുക, മറ്റൊരു ഭാഗത്ത് SDPI-യുമായി കൂട്ടുകെട്ടുണ്ടാക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നെറികെട്ട ഒരു സമീപനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാട്ടിയിട്ടില്ല. CPIM വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP-ക്കും CPIM-നും ഒരേ നാവെന്ന് പ്രതികരണം. SDPI-യുടെ പിന്തുണയ്ക്ക് പോയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. BJP-ക്ക് വോട്ട് പറഞ്ഞതിന് CPM-ന് എന്തിനാണ് ഇത്ര സങ്കടം? അപ്പോൾ BJP-യുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJP-ക്കാരെക്കാളും സങ്കടം CPM-നാണ്. അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല. അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. വിമർശനത്തിന് മറുപടിയുമായി ലീഗ് നേതാക്കളും രംഗത്ത് വന്നു. CPIM ആരോപണത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി. കോൺഗ്രസ് പ്രവർത്തകൻ പുന്ന നൌഷാദിന്റെ ഘാതകരുടെ പാർട്ടിയായ SDPI-യെ കോൺഗ്രസ് ചേർത്തു നിർത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന AK ഷാനിബ് കുറ്റപ്പെടുത്തി. പൊളിറ്റിക്കൽ ഡെസ്ക് 24. A ക്ലാസ് മണ്ഡലത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJP നേതൃത്വത്തിൽ കലഹം. തോൽവിയിൽ വിമർശനം ഉന്നയിച്ച N ശിവരാജന്റെ നിലപാട് തള്ളി C കൃഷ്ണകുമാർ രംഗത്തെത്തി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും തുറന്നടിച്ചു. കനത്ത തോൽവിക്ക് പിന്നാലെ ആദ്യം വെടിപൊട്ടിച്ചത് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ. ശിവരാജന്റേത് പാർട്ടി അഭിപ്രായമല്ലെന്നാണ് C കൃഷ്ണകുമാറിന്റെ മറുപടി. ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നത് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലെന്ന് മനസ്സിലാകുന്നില്ലെന്ന് C കൃഷ്ണകുമാർ. ഞാൻ ഒരു വേദിയിലും ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മത്സരിക്കണം എന്നുള്ളത്. അതിലുള്ള ഒരു ചരടുവലിയും ഞാൻ നടത്തിയിട്ടില്ല. ശിവരാജേട്ടൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞതിൽ സാധ്യത ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും രംഗത്തെത്തി. നേതാക്കൾ വേദിയിൽ മാത്രമിരിക്കാതെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. നേതാക്കന്മാരെല്ലാവരും സ്റ്റേജിൽ നിന്നിട്ടോ മുകളിൽ നിന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ നടക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഹരിദാസിനെയോ അല്ലെങ്കിൽ ഒരു ഈ ഓമനക്കുട്ടനെ അല്ലെങ്കിൽ ഇവരാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാലക്കാട്ടെ തോൽവിയിൽ പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. ബാക്കിയെല്ലാം പൊറുക്കാം. നഗരസഭാ പരിധിയിലെ വോട്ട് ചോർച്ച
അത് ഉൾക്കൊള്ളാൻ പക്ഷേ സാധാരണ പ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തൊലിപ്പുറത്തെ ചികിത്സയ്ക്കപ്പുറം കാര്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നഗരസഭാ ഭരണം കൈവിട്ടുപോകുമെന്നും ഒരു വിഭാഗം കരുതുന്നു. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പാലക്കാട് 3ാം സ്ഥാനത്തായെങ്കിലും ഡോക്ടർ പി സരിനെ കൈവിടില്ലെന്ന് വ്യക്തമാക്കി CPIM. പി സരിൻ തിളങ്ങുന്ന നക്ഷത്രമെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഡോക്ടർ പി സരിനെതിരെ പാർട്ടിയിലും മുന്നണിക്കുള്ളിലും വിമർശനമുയരുന്നുണ്ടെങ്കിലും ചേർത്തു നിർത്താനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പി സരിന് കവചമൊരുക്കി CPIM നേതാക്കൾ രംഗത്തിറങ്ങി. സരിൻ ഈ തെരഞ്ഞെടുപ്പ് LDF പാലക്കാട്ട് വിജയിക്കുമെന്ന ഉറപ്പിൽ വന്ന ഒരാളല്ല. സരിനെ ഇടതുപക്ഷക്കാരനാക്കിയിട്ട് തന്നെ ഞങ്ങളൊപ്പം നിർത്തും. പരാജയത്തിൽ നിരാശയില്ലെന്ന് 24 മോർണിംഗ് ഷോയിൽ ഡോക്ടർ പി സരിനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ജയവും പരാജയവുമല്ല, ഒരു പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളുടെ അവസാനത്തെ ജനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളതിൻ്റെ സൂചന. അത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു വഴി മാത്രമാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നിരാശയല്ല ഉള്ളത്, പകരം കൂടുതൽ പ്രതീക്ഷയാണ്. ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് CPI നേതാക്കൾ ഉൾപ്പെടെ വിമർശനവുമായി എത്തിയതിന് പിന്നാലെയാണ് CPIM നേതാക്കളുടെ പ്രതിരോധം. രായ്ക്ക് രാമാനമുള്ള രാഷ്ട്രീയ കൂടുമാറ്റത്തെക്കുറിച്ച് എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഈ രായ്ക്ക് രാമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചേരുമാറ്റത്തെപ്പറ്റി എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ആശയം എടുത്തറിയാൻ എന്താണ്? ആശയപരമായി, ചിന്താപരമായി, രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റമാണോ അത്തരം മാറ്റങ്ങൾ? ബിനോയ് വിശ്വത്തിന്റെ വിമർശനം തന്നെ ഉദ്ദേശിച്ചാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്നായിരുന്നു പി സരിന്റെ മറുപടി. പി സരിനെ അറിയില്ലെന്ന് CPIയുടെ മുതിർന്ന നേതാവ് C ദിവാകരൻ പറഞ്ഞു. ഡോക്ടർ പി സരിനെ തിരിച്ചെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് 24. സന്ദീപ് വാര്യർ CPIയുമായി ചർച്ച നടത്തിയിരുന്നെന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ചയിൽ വ്യവസ്ഥകൾ CPI മുന്നോട്ട് വെച്ചെന്നും എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ സ്വീകരിക്കാതിരുന്നത് എന്നറിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സന്ദീപ് വാര്യരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വ്യവസ്ഥ ഇതാണ്: ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാം, ആശയപരമായ മാറ്റമാണെങ്കിൽ. ഇത് കണ്ടീഷനായിരുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, നത്തിങ് ടു ഓഫർ. CPI പോലത്തെ പാർട്ടിക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്ക് തരാൻ വേണ്ടി കയ്യിലൊന്നുമില്ല. സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സാർന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് CPI സംസാരിച്ച വേളയിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുമുണ്ട്. അതാണ് CPI, അതാണ് ആ ചർച്ച. ഇത് രണ്ടും പറ്റാത്തത് കൊണ്ടാണ് CPI. എനിക്കറിയില്ല. എന്നാൽ ബിനോയ് വിശ്വം തന്നെയാണ് വിളിച്ചത് എന്നാണ് സന്ദീപ് വാര്യരുടെ മറുപടി. ഞാൻ ബിനോയ് വിശ്വത്തെ ഏറെ ബഹുമാനിക്കുന്നൊരു നേതാവാണ്. അദ്ദേഹം ഈ ചർച്ച എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ ഫോണിൽ വിളിച്ച് എന്നെ സ്വാഗതം ചെയ്ത് തന്നെയാണോ ചർച്ച എന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക്, അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഇതാണ്. ആ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് എന്നെ അത് ഓർമ്മിച്ചു വയ്ക്കാൻ. സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ CPIയിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടാണ് CPI സമീപിച്ചത്. ഞാൻ ഒരിക്കലും CPIയുടെ ഒരു നേതാവിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഒരു നേതാവിനെ ഞാൻ പോയി കണ്ടിട്ടില്ല, അവരെന്നെയും വന്ന് കണ്ടിട്ടില്ല. ഫോണിൽ 2 കോളുകൾ, അതിലപ്പുറം ഒന്നുമില്ല. വയനാട്ടിലെ പ്രചാരണത്തിൽ CPIM അവഗണിച്ചെന്ന് CPIക്കുള്ളിൽ ഒരു വിഭാഗത്തിന് പരാതി. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട കുറേ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരി പ്രതികരിച്ചു. പ്രചാരണത്തിൽ പാളിച്ചയുണ്ടായി എന്ന വിമർശനം LDF കൺവീനർ TP രാമകൃഷ്ണൻ തള്ളി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റതിന് പൂരം കലക്കിയ പോലീസിനെ കുറ്റം പറയാമെങ്കിലും വയനാട്ടിൽ വോട്ട് കുറഞ്ഞത് CPIക്ക് വലിയ തലവേദനയുണ്ടാക്കും. വയനാട്ടിൽ പരാജയം ഉറപ്പായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്ക് കിട്ടിയതിൽ 71,616 വോട്ടുകളാണ് ചോർന്നുപോയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചയുണ്ടായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പ്രചാരണ റാലികളിലും പ്രവർത്തനത്തിലും CPIM നേതാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു. 10,000 പേരെങ്കിലും പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ റാലിയിൽ പോലും പങ്കെടുത്തത് പകുതിയിൽ താഴെ ആളുകളാണെന്നും CPI വിലയിരുത്തുന്നു. ഗൃഹസമ്പർക്കവും പോളിംഗ് ദിനത്തിലെ ഏകോപനവും മോശമായെന്നും വിലയിരുത്തലുണ്ട്. തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമോ എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാത്തവരുണ്ടെന്ന് വയനാട് LDF സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരി. വോട്ട് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഉത്സാഹം കാണിച്ചു കാണില്ല. അത് LDFിൻ്റെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. വോട്ടർമാരിൽ
എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പോയി വോട്ട് ചെയ്യുന്നത് എന്ന് ഒരു വിഭാഗം ചിന്തിച്ച് കാണും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. പ്രചാരണത്തിൽ പാളിച്ചയുണ്ടായെന്ന വിമർശനവും TP രാമകൃഷ്ണൻ തള്ളി. ഈ പോളിംഗിൻ്റെ നില വെച്ചുകൊണ്ട് എന്താണ് ഓരോ സ്ഥലത്തുള്ള യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ CPM-ഉം CPM തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അത് CPM-ഉം പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കിയത് CPI-ക്കുള്ളിലും വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. BJP ചെയ്തതുപോലെ യുവനിരയെ ഇറക്കി ഭാവിയിലേക്ക് സജ്ജമാകണമായിരുന്നുവെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. 24 തിരുവനന്തപുരം. പാലക്കാടും വയനാടും വമ്പൻ വിജയമാണെങ്കിലും ചേലക്കരയിലെ തോൽവി കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നു. ചേലക്കരയിൽ തന്റെ കണക്ക് തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവും പരാജയം മുന്നറിയിപ്പാണെന്ന് K മുരളീധരനും പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രാദേശിക തലത്തിലും എതിർപ്പ് ശക്തമാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രൂക്ഷ വിമർശനമാണ് പ്രാദേശിക നേതാക്കളിൽ നിന്ന് രമ്യ ഹരിദാസിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഉയരുന്നത്. നേതൃത്വം കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണമായിരുന്നുവെന്ന് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ തുറന്നടിച്ചു. രമ്യ ഹരിദാസിനെതിരെയും വിമർശനം. ചേലക്കരയിൽ തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നു സമ്മതിച്ചു. ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ പറയാം. എൻ്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ. ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനുള്ള മുന്നറിയിപ്പെന്ന് K മുരളീധരൻ. ചേലക്കരയിൽ നല്ല വർക്ക് ഇത്തവണ നടന്നിരുന്നു. ആ വർക്കിനനുസരിച്ച് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഈ വിജയത്തിനോടൊപ്പം തന്നെ വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചേലക്കരയിലെ ഒരു വാണിംഗ് ആണ്. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നാലും കോൺഗ്രസിന്റെ നയവും നിലപാടുമാണ് മണ്ഡലത്തിൽ ചർച്ചയാവുകയെന്നും UR പ്രദീപ് 24-നോട് പറഞ്ഞു. കോൺഗ്രസ് എങ്ങനെ ഏത് സ്ഥാനാർത്ഥി വന്നാലും അവർ ഇന്നലെ വരെ കൈകാര്യം ചെയ്ത രീതി, അവരുടെ നയങ്ങൾ, ഇതെല്ലാം തന്നെയാണല്ലോ ജനം പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചപ്പോൾ മെച്ചപ്പെട്ടത് ഇവിടെ ഇടതുപക്ഷം തന്നെയാണ്. ചേലക്കര തോൽവിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ. 24 ചേലക്കര. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് നാളെ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ കൈമാറിയിട്ടുണ്ട്. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും KV തോമസ് 24-നോട് പറഞ്ഞു. നമുക്ക് വളരെ ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം ഒരു മഹാദുരന്തത്തിൽ തരേണ്ട ബാധ്യത ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഔദാര്യമൊന്നല്ല ചോദിക്കുന്നത്. മറ്റൊന്ന് കടമെടുക്കുന്നതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും GST-യുടെ അടിസ്ഥാനത്തിൽ നടത്തിയുള്ള ചർച്ചകളെല്ലാം അതിൻ്റെ എല്ലാ ഫയൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിലേത് വിഷയമാണ് ഇവരെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതായാലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ഔദാര്യമല്ല, നമുക്ക് തരേണ്ടതാണ്. നമുക്ക് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം വന്ന മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു. മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ സാംഭാലിലുണ്ടായ സംഘർഷത്തിൽ 3 മരണം. പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രമാണെന്ന ഹർജിയിൽ കോടതി സർവേ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. 2ാം ഘട്ട സർവേയുടെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ ഇന്ന് 7 മണിയോടെ സാംഭാലിൽ എത്തിയത്. സർവേ പൂർത്തീകരിച്ച് മടങ്ങുന്നതിനിടെയാണ് പ്രദേശത്തെ ആളുകൾ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞത്. അക്രമാസക്തരായ ജനക്കൂട്ടം വാഹനങ്ങൾക്ക് തീയിടുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 15ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ ഇതുവരെ 3 മരണം റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പോലീസ് സേന എത്തിയാണ് അക്രമകാരികൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. പിരിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിട്ടും കല്ലേറ് തുടർന്നതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സ്ത്രീകളുൾപ്പെടെ അക്രമവുമായി ബന്ധപ്പെട്ടവരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 ഡൽഹി. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മഹായുതി സഖ്യം നേതാക്കൾ ഡൽഹിയിലേക്ക്. ദേവേന്ദ്ര ഫട്നാവിസ്, ഏകനാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ ഡൽഹിയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. വോട്ടെടുപ്പിൽ അട്ടിമറിയുണ്ടായി എന്ന ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഇന്നോളമുള്ള ഏറ്റവും വലിയ ജയമാണ് BJP നേടിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അവകാശപ്പെടാൻ കഴിയാതെ പ്രതിപക്ഷ പാർട്ടികൾ തകർന്നടിഞ്ഞു. ആധികാരിക ജയം നേടി അധികാരത്തിലെത്തുന്ന മുന്നണിയിൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ബാക്കി. മുഖ്യമന്ത്രി പദം ഏകനാഥ് ഷിൻഡെ വീണ്ടും ഒരിക്കൽ കൂടി കൊതിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഫട്നാവിസിന് തന്നെയാണ് സാധ്യത. RSS പിന്തുണയും ഇക്കാര്യത്തിലുണ്ട്. ഏകനാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായേക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഞെട്ടൽ പ്രതിപക്ഷത്ത് മാറിയിട്ടില്ല.
ഉറച്ച കോട്ടകളിൽ മുതിർന്ന നേതാക്കൾ പോലും തോറ്റുപോയത് അപ്രതീക്ഷിതമാണ്. വോട്ടെടുപ്പിൽ തിരിമറി ആരോപിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തിയ രമേശ് ചെന്നിത്തല. ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്. ഒരു കാരണവശാലും ഇങ്ങനൊരു വിജയം നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ നാളെ എങ്ങനെ മുന്നോട്ട് പോകും. ഈ പരാജയം ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. തോൽവിയെക്കുറിച്ച് AICCക്ക് സംസ്ഥാന ഘടകം വിശദമായ റിപ്പോർട്ട് നൽകും. അദാനി ഉപയോഗിച്ച് പണമൊഴുക്കി വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി തുടങ്ങി തോൽവിയെ ന്യായീകരിക്കാൻ പല കാരണങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. എന്നാൽ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ സത്യപ്രതിജ്ഞ 28-ന്. ഗവർണർക്ക് രാജിക്കത്ത് നൽകിയ ഹേമന്ത് സോറൻ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. അതേസമയം NDAയുടെ പരാജയത്തിൽ പരിശോധന നടത്താനൊരുങ്ങുകയാണ് BJP. ജാർഖണ്ഡിൽ 3-2 ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണ്. റാഞ്ചിയിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേർന്നു. മന്ത്രിപദത്തിൽ കോൺഗ്രസിനും RJDക്കും പരിഗണന നൽകും. സംസ്ഥാനത്ത് JMM നയിക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വരുന്ന വ്യാഴാഴ്ച നടക്കുമെന്ന് ഹേമന്ത് സോറൻ വ്യക്തമാക്കി. अगली कार्रवाई की हम अब तैयारी में लगेंगे. जो 28 तारीख को शपथ समारोह का कार्यक्रम तय किया जा रहा है. CPIMൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ നിരീക്ഷകരായ താരിഖ് അൻവർ, മല്ലു ഭട്ടി വിക്രമാർഗ, കൃഷ്ണ അല്ലാവൂരു എന്നിവർ സംസ്ഥാനത്ത് തുടരുന്നു. ഭിന്നതകളില്ലാതെ സർക്കാർ രൂപീകരിക്കാനാണ് ഇന്ത്യ മുന്നണി ഒരുങ്ങുന്നത്. അതിനിടെ സംസ്ഥാനത്ത് NDAക്ക് നേരിടേണ്ടി വന്ന പരാജയം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് BJP. ഗോത്രവർഗ മേഖലയിൽ പാർട്ടിക്ക് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രാദേശിക വികാരം JMMനൊപ്പം നിന്നുവെന്നാണ് BJPയുടെ പ്രാഥമിക വിലയിരുത്തൽ. 24 ഡൽഹി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. വഖഫ് ബില്ലിൽ കൂടുതൽ ചർച്ച വേണം എന്ന പ്രതിപക്ഷ ആവശ്യം സർവകക്ഷി യോഗത്തിൽ സർക്കാർ തള്ളി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രതിഷേധം ഉയർത്തും. വഖഫ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ 16 ബില്ലുകൾ നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. ഗൗതം അദാനിക്കെതിരായ അമേരിക്കൻ കോടതിയുടെ നടപടി, മണിപ്പൂർ സംഘർഷം ഉൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനും സമ്മേളനം സാക്ഷ്യം വഹിക്കും. വഖഫ് ബിൽ തിടുക്കപ്പെട്ട് കൊണ്ടുവരേണ്ടതില്ലെന്ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വഖഫ് ബിൽ പരിഗണിക്കുന്ന JPCക്ക് കൂടുതൽ സമയം ആവശ്യമെങ്കിൽ സഭയുടെ അനുമതി തേടുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വയനാടിനോടുള്ള കേന്ദ്ര അവഗണന സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചെന്ന് NK പ്രേമചന്ദ്രൻ MP. എന്നാൽ സർക്കാർ മൗനം പാലിച്ചു. മുണ്ടക്കൈ അതുപോലെ ചൂരമല പ്രദേശത്തുണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ ഭാഗമായി 450-ലധികം പേർ മരണപ്പെട്ട് ഏറ്റവും വലിയ ദുരന്തം, കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ, അതുണ്ടായിട്ട് പോലും 4 മാസം പിന്നിട്ടതിന് ശേഷവും ഒരു നയാ പൈസയുടെ ധനസഹായം പോലും സംസ്ഥാനത്തിന് ലഭിച്ചില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. അത് രാഷ്ട്രീയ വിവേചനമാണ് എന്ന നിലയിൽ തന്നെയാണ് രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചത്. ദുരന്ത സഹായത്തിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടത്താനാണ് കേരളത്തിൽ നിന്നുള്ള UDF, LDF MP-മാരുടെ തീരുമാനം. 24 ഡൽഹി. മണിപ്പൂർ കലുഷിതം. മണിപ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കി സംഘടനകൾ. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് മെയ്തൈ വനിതാ സംഘടന. 200-ലധികം വനിതകളുടെ നേതൃത്വത്തിലാണ് ഇംഫാലിൽ പ്രതിഷേധം. മണിപ്പൂരിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുക്കി മെയ്തൈ ഏറ്റുമുട്ടൽ തുടരുന്ന കാങ്ചുക്കിലെ ഫയിങ് റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗത്തും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇവിടെ നടക്കുകയാണ്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഏതൊരാളെയും അവരവരുടെ ഭാഗങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മെയ്തൈ വിഭാഗങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ്. കാങ്ചുക്കിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ആ മലനിരകൾക്ക് സമാനമായിട്ടുള്ള മേഖലകളിലൊക്കെ കുക്കി ആധിപത്യമാണുള്ളത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു കൂട്ടം സ്ത്രീകൾ അവരിവിടെ ഇരിക്കുകയാണ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ മേഖലകളിലൂടെ വരുന്ന ആളുകളെയൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. എന്തിനാണ് പോകുന്നത്, ഇവരുടെ വിഭാഗക്കാർ തന്നെയാണോ അതോ കുക്കികൾ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആ പരിശോധനയിലുള്ളത്. നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രായമായവരുണ്ട്, അങ്ങനെ വിവിധ സ്ത്രീകളാണല്ലോ. ഇവർക്കൊക്കെ മണിപ്പൂരി ഭാഷയാണ് അറിയുന്നത്.
ꯑꯍꯤꯡ ꯇꯨꯝꯕꯁꯨ ꯀꯤꯔꯦ ꯀꯨꯀꯤꯅ ꯃꯊꯛꯇꯒꯤ ꯅꯣꯡꯃꯩ ꯁꯨꯝ ꯀꯥꯞꯁꯤꯜꯂꯛꯄꯅꯤꯅ ꯑꯗꯩ ꯂꯧꯁꯤꯡ ꯎꯕꯁꯨ ꯑꯩꯈꯣꯏ ꯂꯧꯁꯤꯡ ꯂꯣꯛꯄ ꯆꯠꯄꯁꯨ ꯀꯤꯔꯦ ꯀꯨꯀꯤꯅ ꯁꯨꯝ ꯑꯦꯇꯦꯛ ꯇꯧꯋꯦ ꯕꯣꯝ ꯊꯥꯗꯔꯛꯑꯦ അദഗി നോമൈ കപ്സിലെ അഖോയ് മെയ്തൈനദി ചോ ഹൗരുദേ അവർ മണിപ്പൂരി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് അവർ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഈ കുക്കികൾ ഇവരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു. വലിയ ഭീതിയിലാണ് അവരുള്ളത്. ഈ ആക്രമണങ്ങൾ ഉണ്ടായ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഇവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ എതിരെ ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അഖോയ് മണിപ്പൂർ സർക്കാരിന് അഥുമതംദ യാം ഥുന ലാൻജലോ സിംബിബ സോപ് ഫജന സോപ് തോബിബ അവരിപ്പോൾ പറയുന്നത് അവരുടെ ചില ആവശ്യങ്ങളാണ്. മണിപ്പൂർ സർക്കാർ സമാധാനം തിരികെ കൊണ്ടുവരണം, ഇങ്ങനെ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകേണ്ടതല്ലേ, സർക്കാർ എന്തുകൊണ്ടാണ് ഇനിയും മിണ്ടാതിരിക്കുന്നത്, ഈ അക്രമങ്ങൾ തടയാൻ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നൊക്കെയാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഓരോ വിഭാഗത്തിനും പ്രാതിനിധ്യമുള്ള വിവിധ മേഖലകളിൽ അവരുടെ സ്ത്രീകളടക്കം ഇങ്ങനെ റോഡുകളിൽ ചെറിയ തമ്പടിച്ച് അവരങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ അവർക്ക് മറ്റു വിഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് എങ്കിൽ അവരവിടെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് വീടുകളിലേക്ക് പോലും മടങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അവർ പറയുന്നത്. ഈ കാങ്ചുക്കിന് സമീപമുള്ള ഹെങ് റോഡിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി 24. സംഘർഷം തുടരുന്ന മണിപ്പൂരിന്റെ ഇൻഡോ മ്യാൻമർ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് സംസ്ഥാനത്തെ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. MLA-മാരുടെ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 7 പേർ അറസ്റ്റിലായി. ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. 20 കമ്പനി സൈന്യം കൂടി സംസ്ഥാനത്തെത്തും. ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിർത്തി നഗരമായ മോറയിലെ നിലവിലെ സാഹചര്യങ്ങൾ മണിപ്പൂർ DGP രാജീവ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗും പരിശോധിച്ചു. ഓരോ മേഖലയിലെയും ചെക്ക് പോസ്റ്റുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമസമാധാനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ 2 ദിവസത്തേക്കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം നീട്ടി. ജിരിബാം, ഫെർസാൽ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മണിപ്പൂരിലെ MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 7 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി രാവിലെ 5 മണി മുതൽ 12 വരെ കർഫ്യൂവിന് പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ പൂർണ്ണ സുരക്ഷാ ചുമതല സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന് നൽകി. ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി 24. താരങ്ങൾക്ക് കോടികൾ. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത്. ലക്നൗ സൂപ്പർ ജയൻസ് 27 കോടി രൂപയ്ക്കാണ് പന്തിനെ സ്വന്തമാക്കിയത്. 26.75 കോടിക്ക് ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സും 23.75 കോടിക്ക് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീമിൽ എത്തിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, വിവരങ്ങൾ എന്താണ്? ലേലം ഇന്നത്തേത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഋഷഭ് പന്തിന് റെക്കോർഡ് തുകയ്ക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് അനിൽ വാസുദേവ്? റീജിത്ത്, ആവേശകരമായ ലേലത്തിനൊടുവിൽ 1-ാം ദിവസത്തെ ലേല നടപടികളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ ദിവസം ആകെ 72 താരങ്ങളെയാണ് വിറ്റത്. 24 ഓവർസീസ് താരങ്ങളും 4 RTM കാർഡ് ഉപയോഗിച്ചു. ഒപ്പം തന്നെ 467.95 കോടി രൂപയുടെ ലേലമാണ്, അല്ലെങ്കിൽ അത്രയും തുകയ്ക്കുള്ള താരങ്ങളാണ് ഇന്ന് വിറ്റുപോയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ തുകയ്ക്ക് പോയത് ഋഷഭ് പന്താണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത്. IPL-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിലയേറിയ താരമായി ഇതോടുകൂടി ഋഷഭ് പന്ത് മാറി. ഈ ഋഷഭ് പന്ത് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതിന് തൊട്ടു മുമ്പ് തന്നെ ശ്രേയസ് അയ്യർ ഇട്ട റെക്കോർഡിന് ഏതാനും നിമിഷങ്ങളുടെ മാത്രം ആയുസ് നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത്. 26.75 കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യരെ സ്വന്തമാക്കിയത്. ഇന്ന് ഒരു 3-ാം സ്ഥാനത്തെ വില വന്നത് 23.75 കോടി രൂപയ്ക്ക് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലനിർത്തിയ ആ ഒരു തുകയാണ്. ഈ 3 താരങ്ങളാണ് കോടികളുടെ കണക്കിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില ഓപ്ഷനിലെ ഇന്നത്തെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്, R. അശ്വിൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഹോം ടീമിലേക്ക്, അല്ലെങ്കിൽ ആദ്യ
ആദ്യകാല ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തിരിച്ചെത്തി. ട്രെന്റ് ബോൾട്ടിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി എന്നൊക്കെ തന്നെയാണ്. ഇതിൽ മലയാളികൾ താരങ്ങളിൽ ഇത്തവണ 14 മലയാളി താരങ്ങൾ ഓപ്ഷനുണ്ട്. ഇതിൽ ഒരു താരത്തിൻ്റെ ലേലമാണ് ഇന്ന് പൂർത്തിയായത്. വിഷ്ണു വിനോദിനെ പഞ്ചാബ് കിങ്സ് ആണ് 95 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്നു വിഷ്ണു വിനോദ്. മുമ്പ് RCBക്ക് അടക്കമായി കളിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വിഷ്ണു വിനോദിന് വീണ്ടും ഒരു IPL സീസണോടി കിട്ടുകയാണ്. ആ ടീമിൽ ഇത്തവണ പഞ്ചാബിൽ കളിക്കാനും അവസരങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലേലം നാളെയും തുടരും. നാളെ ഫാഫ് ഡുപ്ലസിയും കെയ്ൻ വില്യംസണും അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. ഗ്ലെൻ ഫിലിപ്സ് ഉണ്ട്, കൃണാൽ പാണ്ഡ്യ അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും നാളെയും ഇതുപോലെ ആവേശകരമായ ഓപ്ഷൻസ് ഒക്കെ തന്നെ നടക്കുമെന്നുള്ളതാണ്. മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ആകെ 3 താരങ്ങളെ മാത്രമാണ് സ്വന്തമാക്കിയത്. പ്രത്യേകിച്ച് നാളത്തെ സ്പിന്നേഴ്സും വിക്കറ്റ് കീപ്പർ ഉള്ള ആളുകളെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാവും മുംബൈ ഇന്ത്യൻസ് അടക്കമുള്ള ടീമുകൾ അവരുടെ പേഴ്സ് കുറച്ചുകൂടെയൊക്കെ സേഫാക്കി വെച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ പഴയകാല താരങ്ങളെയൊക്കെ തന്നെ എത്തിച്ച് അല്ലെങ്കിൽ മികവുറ്റ താരങ്ങളെയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഏകദേശം ഒരു ടീം സെറ്റാക്കുന്ന തരത്തിലുള്ള കാഴ്ചയും കണ്ടു. അങ്ങനെ എന്തായാലും ആദ്യ ദിവസം ആവേശകരമായിരുന്നു. ഇനി രണ്ടാം ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. നാളെ 3:30 മുതൽ ആണ്, നാളെ ഉച്ചതിരിഞ്ഞ് 3:30 മുതലാണ് രണ്ടാം ദിവസത്തെ ഓപ്ഷൻസ് നടപടികൾ തുടങ്ങുക. റീജിത്ത്, ശരി, ഇന്നത്തെ ലേലം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ലേലം തുടരും. അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 3 ഗോളിന് ചെന്നൈയിൻ FCയെ തോൽപ്പിച്ചു. ഹെസൂസ് ഹിമിനെ, നോവേ സദൂയി, KP രാഹുൽ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാനകരമായ വിജയത്തിന് ശേഷമുള്ള ആവേശമാണ് ഇപ്പോൾ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പരാജയത്തിന് ശേഷം 4ാമത് ലഭിച്ച വിജയത്തിന്റെ ആവേശത്തിലാണ് ഇവര്. തീർച്ചയായിട്ടും മലയാളത്തിന്റെ മണ്ണിൽ ആ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വിജയം തന്നെയാണ്. ഒരിക്കലും ഇനിയും മുന്നോട്ട് പോകില്ല. ഇത് ജയിച്ചാലും തോറ്റാലും ആവേശത്തിന് ഒരു കുറവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഭാഗത്തുനിന്നും ഒരു സമയം പോലും നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ആവേശം ഒട്ടും തന്നെ ചോരാതെ കൊച്ചി കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ഗോളാണ് നേടിയത്. വലിയ ഒരു പരാജയത്തിന് ശേഷം അതിന്റെ ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഈ കോച്ചായിട്ടുള്ള മിക്കൽ സ്റ്റാറെ അടക്കമുള്ള ആളുകളുടെ ആ ഒരു ഇത് വലിയ രീതിയിൽ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഇടത്താണ് ഈ ഒരു വലിയ വിജയം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒന്നും പറയാൻ വിഷയങ്ങൾ ഇപ്പോൾ അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ആവേശം, അല്ലെങ്കിൽ അവരുടെ ആ ആരാധകരുടെ ആവേശമാണ് ഈ കൊച്ചി കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മുഴുവനും ഉള്ളത്. 3 ഗോളുകളാണ് ഈ കളിയിൽ നിന്ന് സ്വന്തമാക്കിയത്. ആദ്യം ഗിസസ് കെമിനസിന്റെ ആദ്യത്തെ ഗോളോടുകൂടി ആ വിജയത്തിന്റെ തുടക്കം. രണ്ടാമത് നോവ ഒരു ഗോൾ അടിക്കുന്നു. 3ാമത് മലയാളി താരം എക്സ്ട്രാ ടൈമിൽ 3ാമത്തെ ഗോളോടുകൂടി മലയാളത്തിന്റെ മണ്ണിൽ അവർ വീണ്ടും വിജയ വഴിയിൽ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എവിടെയും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, തങ്ങളുടെ ടീം ഒരിക്കലും പിന്നോട്ട് പോകില്ല, എന്നും മുന്നോട്ട് തന്നെ വരും, ആ വിജയം അതിന്റെ കുതിപ്പ് തുടരും എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും മാഹിന്ദാപുരത്തും YS അഭിനന്ദ്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ആഘോഷമാക്കുകയാണ് ആരാധകർ. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ശബരിമല വിശേഷങ്ങളിലേക്കാണ് ഇനി. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്ര പേർക്ക് വേണമെങ്കിലും ദർശനം നടത്താമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഉയർത്തേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. 9 ദിവസത്തിനിടെ വരുമാനത്തിൽ 13 കോടി രൂപയുടെ അധിക വർധനയും ഉണ്ടായി. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം 70,000-ൽ നിന്നും 80,000-ആയി ഉയർത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. സ്പോട്ട് ബുക്കിംഗ് 10,000-ആയി നിജപ്പെടുത്തിയെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തീർത്ഥാടകർക്കായി 3 തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട. എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന് ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 മിനിറ്റിൽ 80 തീർത്ഥാടകരാണ് 18ാം പടി ചവിട്ടുന്നത്. പോലീസിന്റെ ക്രൗഡ് മാനേജ്മെന്റ് വിജയം കണ്ടുവെന്നും PS പ്രശാന്ത് പറഞ്ഞു. ക്രൗഡ് മാനേജ്മെന്റ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രൗഡ് മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ 18ാം പടിയിൽ അതിന് ഏറ്റവും വലിയ ഗുണം നമുക്ക് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം, 1 ദർശന സമയം കൂട്ടിയത്, 2 18ാം പടിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി സമയം 15 മിനിറ്റായി കുറച്ചത്.
9 ദിവസത്തിനിടെ 13,33 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് ബോർഡിനുണ്ടായത്. ഉണ്ണിയപ്പം വിൽപ്പന വഴി ഇതുവരെ 2,21 ലക്ഷവും അരവണ വിൽപ്പന വഴി 17,71 ലക്ഷവും ലഭിച്ചു. കാണിക്ക വഴിയുള്ള വരുമാനം 14 കോടിയിലും എത്തി. 24 സന്നിധാനം. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരം തുടർന്ന് സമരസമിതി. രേഖകളുള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെങ്കിലും വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പ്രതീക്ഷയോടെയാണ് മുനമ്പം ജനത കാണുന്നത്. സർക്കാർ നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെങ്കിലും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് സമരസമിതി തീരുമാനം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂമിയിടപാടിലെ നൂലാമാലകൾ പരിഹരിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം സന്ദർശിക്കും. കമ്മീഷൻ നടപടികളുമായി സമരസമിതി സഹകരിക്കും. കേസ് കോടതിയിൽ വരുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളോട് പ്രതിപക്ഷവും സമരക്കാരും എല്ലാവരും സഹകരിക്കുക. ബൊണോഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന്റെ അവരുടെ ലീഗൽ റൈറ്റ് സംരക്ഷിക്കാൻ സാധ്യമാകുന്നതെന്തോ അതെല്ലാം സർക്കാർ സ്വീകരിക്കും. മുനമ്പത്ത് താമസിക്കുന്നവർക്ക് ഭൂമി കിട്ടണമെന്നും അതിനായി ജുഡീഷ്യൽ കമ്മീഷൻ കൂടുതൽ സമയമെടുത്താലും തെറ്റില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം തീർക്കേണ്ടതാണെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിൽ തീരാൻ ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാലും അത് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ വരുമെന്നാണ് മുനമ്പം നിവാസികളുടെ പ്രതീക്ഷ. 2013 ശേഷം വഖഫിലേക്ക് പോയ ഭൂമികൾ പുനഃപരിശോധിക്കണമെന്ന തീരുമാനമുണ്ടായാൽ നിലവിലെ പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് മുനമ്പം നിവാസികളുടെ കണക്കുകൂട്ടൽ. അതിനിടെ വഖഫ് നിയമത്തിന്റെ കോലം കടലിൽ താഴ്ത്തിയായിരുന്നു സമരസമിതിയുടെ ഇന്നത്തെ പ്രതിഷേധം. 1000-ലേറെ പേർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. പ്രദേശത്ത് നിന്നും കുടിയൊഴിപ്പിക്കില്ല എന്ന ഉറപ്പല്ല, മറിച്ച് തങ്ങളുടെ ഭൂമിയിന്മേൽ പൂർണ്ണമായ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുകയാണ് വേണ്ടതെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 24 കൊച്ചി. നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ മാർ കൂവക്കാട് ഇനി മുതൽ ആർച്ച് ബിഷപ്പ്. മെത്രാഭിഷേക ചടങ്ങുകൾ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നടന്നു. കർദിനാൾ പദവി സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് മാർ കൂവക്കാട് മെത്രാപ്പൊലിത്തയായി അഭിഷിക്തനായത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ. മാർ കൂവക്കാടിനെ മെത്രാപ്പൊലിത്തയാക്കിയുള്ള റോമിൽ നിന്നുള്ള നിയമന പത്രിക ആദ്യം വായിച്ചു. തുടർന്ന് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് പ്രതിജ്ഞയും ചെയ്തു. പിന്നീട് അംശവടിയും തൊപ്പിയുമടക്കമുള്ള സ്ഥാനചിഹ്നങ്ങൾ നൽകി മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. നമ്മുടെ കർത്താവായ ദൈവം സിയോനിൽ നിന്നയച്ച് ശക്തിയുടെ ദണ്ഡായ ഈശോ മിശിഹ അങ്ങേയും അങ്ങേ മേയ്ക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ. നിസിബിസ് കൽദായ കത്തോലിക്ക രൂപതയുടെ സ്ഥാനിക മെത്രാപ്പൊലീത്തയായാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് ചുമതലയേറ്റത്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിലായിരുന്നു ചടങ്ങുകൾ. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് ദി സ്റ്റേറ്റ് പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ എഡ്ഗർ പാർക്കർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളാകുന്ന ആദ്യ ഇന്ത്യൻ വൈദികനാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്. ഡിസംബർ 7 ഇന്ത്യൻ സമയം രാത്രി 9 വത്തിക്കാനിലാണ് കർദിനാളായി ചുമതലയേൽക്കുന്നത്. 24 കോട്ടയം. വിവാഹമോചന തീരുമാനത്തിൽ AR റഹ്മാനെ വ്യക്തിഹത്യ നടത്തരുതെന്ന അഭ്യർത്ഥനയുമായി സൈറ ബാനു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് റഹ്മാൻ. തങ്ങൾ യോജിച്ചെടുത്ത തീരുമാനത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സൈറ ബാനു ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. I would request the entire YouTubers, the Tamil media, please do not say anything bad against him. He's a gem of a person, the best man in the world. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുംബൈയിൽ ചികിത്സയിലാണ് സൈറ ബാനു. വിവാഹമോചന തീരുമാനമറിയിച്ചത് അഭിഭാഷകർ വഴി. പിന്നാലെ AR റഹ്മാനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായതോടെയാണ് സൈറ ബാനു ഓഡിയോ സന്ദേശത്തിലൂടെ റഹ്മാന് പിന്തുണ അറിയിച്ചത്. റഹ്മാൻ താൻ കണ്ട മികച്ച വ്യക്തി, തങ്ങൾക്കിടയിൽ സ്നേഹം മാത്രമാണുള്ളത്. റഹ്മാനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്നും സൈറ ബാനു അഭ്യർത്ഥിച്ചു. ചികിത്സ കഴിഞ്ഞ് ചെന്നൈയിൽ മടങ്ങിയെത്തിയ ശേഷം കൂടുതൽ പ്രതികരണമുണ്ടാകുമെന്നും സൈറ ബാനു പറഞ്ഞു. പിതാവിനെതിരായ സൈബർ ആക്രമണം വേദനിപ്പിക്കുന്നതായി ഇരുവരുടെയും മകൻ AR അമീനും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിൽ അപകീർത്തി പ്രചാരണം നടത്തിയവർക്കെതിരെ ഇന്നലെ AR റഹ്മാൻ ഓപ്പൺ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 24 ചെന്നൈ. വീണ്ടും കൂട്ടരോഗബാധയുണ്ടായ എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ സ്ഥിതി ഗുരുതരം. 27 പേർക്കാണ് വയറിളക്കവും ഛർദിയും.
ഫ്ളാറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും കൂട്ടരോഗബാധ. തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ സർവേയിലാണ് 27 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. ഇതിൽ 2 പേർക്ക് മഞ്ഞപ്പിത്തമാണ്. 3 ദിവസം മുൻപാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും അതിസാരവും ഛർദിയുമടക്കം റിപ്പോർട്ട് ചെയ്തത്. ഫ്ളാറ്റിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫ്ളാറ്റിലെ താമസക്കാർ കുടിവെള്ളം പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. ഈ റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. 6 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ 200-ലധികം ആളുകൾക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യവകുപ്പ് ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. വീണ്ടും രോഗബാധ ഉണ്ടായപ്പോൾ മറച്ചുവെക്കാനാണ് ഫ്ളാറ്റ് അധികൃതർ ശ്രമിച്ചതെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. 3 ദിവസമായി നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഫ്ളാറ്റിൽ വിശ്രമിക്കുകയാണ്. 1500-ലധികം ആളുകളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നത്. രോഗബാധയുടെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് അധികൃതർ. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ട് അപ്പിന്റെ സമയം പൂർത്തിയാവുകയാണ്.